വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു പലാസ പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹിപ്പ് 32 അതേപോലെ ലെങ്ത്ത് 34 ആണ്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ കൂടെ ഒരു 10-15 ഇഞ്ചെങ്കിലും കൂട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് കാരണം 10 കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂട്ടുമ്പോൾ 15 കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് പാൻറ്റിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ മുകളിലത്തെ പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് മടക്കിയടിക്കാൻ 3 ഇഞ്ച് 4 ഇഞ്ച് വേണം. പിന്നെ താഴ്ഭാഗം മടക്കിയടിക്കാൻ 1 ഇഞ്ച് കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ യൂസ് ചെയ്യാത്തൊരു പഴയ നൈറ്റി പീസാണ് കേട്ടോ. ഇതേപോലെ 4ആയി മടക്കിയിട്ട് കൊടുത്തു. കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് നോക്കുവാണ്. അപ്പോൾ മുകളിൽ നമുക്ക് മടക്കിയടിക്കാൻ 3 ഇഞ്ച് വേണം. അതേപോലെ താഴെ മടക്കിയടിക്കാൻ 1 ഇഞ്ച് വേണം. അപ്പോൾ 4 ഇഞ്ച് എക്സ്ട്രാ വേണം. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഹിപ്പിൻ്റെ കൂടെ 15 കൂടെ കൂട്ടി അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ആദ്യം മാർക്ക് ചെയ്യാം ഇതേപോലെ. എന്നിട്ട് നമുക്കൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തു. നമ്മളത് മടക്കി അടിച്ച് വരുമ്പോൾ കറക്റ്റ് 1 ഇഞ്ച് കിട്ടണം കേട്ടോ. എന്നിട്ട് ആ 1 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് താഴോട്ട് ഒരു 12.5 നമ്മുടെ പഴയ ഒരു പാൻറ്റിൻ്റെ നോക്കുക നമുക്ക് എത്രയാണ് അവിടെ ലെങ്ത്ത് വരുന്നതെന്ന്. അപ്പോൾ 12-12.5 മതി. എന്നിട്ട് അവിടുന്ന് 2.5 മാർക്ക് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒരു ഇഞ്ച് ഇതേപോലെ കർവ് കൊടുക്കുക. ഇതേപോലെ കർവ് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് മുകളിൽ നിന്ന് 1 ഇഞ്ച് വെച്ചിട്ട് താഴോട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യലത്തും കൂടെ കൂട്ടി ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് അവിടുത്തെ വീതി ഞാൻ കൊടുക്കുന്നത് 13 കേട്ടോ. അത്യാവശ്യം നല്ല ലൂസിന് കിടന്നോട്ടെ. എന്നിട്ട് ആ മുകളിൽ നിന്ന് നമ്മൾ ആ 12 മാർക്ക് ചെയ്തില്ലേ അവിടുന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യണേ. ഈസി ആയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കട്ട് ചെയ്തു. ഇനി താഴ്ഭാഗത്ത് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 13ൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് സൈഡിൽ നിന്ന് 1 ഇഞ്ച് ഒരു മാർക്ക് കൊടുത്തു. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ജസ്റ്റ് ചരിച്ചൊന്ന് വരച്ചു കൊടുത്തു. നമ്മൾ പാൻറ്റ് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ഫസ്റ്റ് ആ പാൻറ്റിൻ്റെ അടിഭാഗം ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ. എന്നിട്ട് ഇതേപോലെ 2ആയി മടക്കി ഇതിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ആ 12 മാർക്ക് ചെയ്തില്ലേ അവിടെ തൊട്ട് സ്റ്റിച്ച് അവസാനിപ്പിച്ചു. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ്. 2 പാൻറ്റിൻ്റെ ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ. രണ്ടും ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തി വെക്കാം. ആ 12ൻ്റെ അവിടെ ആണ് കേട്ടോ അത്. 2 ഭാഗവും ഇതേപോലെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മുകളിലോട്ട് അടിച്ചു കൊടുക്കുവാണേ. ഡബിൾ സ്റ്റിച്ച് അവിടെയും കൊടുക്കുക.
ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, അത് മറക്കല്ലേ. ഇനി ചെയ്യുന്നത് ഇതേപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് എൻ്റെ മുകൾ ഭാഗത്ത് ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ ഇലാസ്റ്റിക്കോ വള്ളിയാണെങ്കിൽ വള്ളി, ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിക് ഇതേപോലെ ഫോൾഡ് ചെയ്യണം, രണ്ടാമത്തെ ഫോൾഡ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് മാത്രമേ ഫോൾഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇലാസ്റ്റിക് ഏകദേശം 1 ഇഞ്ച് 1.25 ഇഞ്ചിൻ്റെ വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. അതേപോലെ വെച്ച് നോക്കുക കറക്റ്റാണോ നമ്മുടെ ഇലാസ്റ്റിക് അകത്തിടാൻ പറ്റുമോയെന്ന്. പിന്നീട് കറക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ഫുള്ള് സ്റ്റിച്ച് ചെയ്യല്ല കേട്ടോ, ഇലാസ്റ്റിക് വിടാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹിപ്പ് വണ്ണത്തിൻ്റെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കുറച്ച് മാത്രം ഇലാസ്റ്റിക് ഇടുക. ഇപ്പോൾ നമ്മുടെ ഹിപ്പ് വണ്ണം 30 ആണെങ്കിൽ ഒരു 27, 28 എടുത്താൽ മതി ഇലാസ്റ്റിക്. അപ്പോൾ അധികം വലിഞ്ഞു പോകുന്ന ഇലാസ്റ്റിക് ആണെങ്കിൽ അതിലും കുറവെടുക്കുക. ഈ ഇലാസ്റ്റിക് ഒന്നും അധികം വലിയില്ല കേട്ടോ. അപ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കുറച്ചാൽ മാത്രം മതി. എന്നിട്ട് ഒരു പിന്ന് വെച്ച് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ഗ്യാപ്പിലൂടെ. അത് ഇട്ടെടുത്തിട്ട് ഇലാസ്റ്റിക് രണ്ടുകൂടെ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. എന്നിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക് ഇടാനായിട്ട് ഗ്യാപ്പ് കൊടുത്തില്ലേ, അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പാൻറ്റിൻ്റെ വർക്ക്. ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലോത്ത് വീട്ടിൽ ഉണ്ടെങ്കിൽ കറക്റ്റ് ഇതേ മെഷർമെൻറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പാൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.